സമ്പാദിക്കണമോ? ഇപ്പൊ ഇവിടെ കാണുന്നത് എഡ്യൂക്കേഷൻ ആണോ, അല്ലെങ്കിൽ നമ്മൾ ആ ജുഡീഷ്യറി ഇതിൽ നിൽക്കുന്നതിനാണോ പ്രാഗൽഭ്യമുള്ളത്, അതോ പണത്തിനാണോ, അല്ലെങ്കിൽ സെലിബ്രിറ്റിക്കാണോ, രാഷ്ട്രീയ നേതാവിനാണോ ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്? നീതിക്കല്ലേ പ്രാധാന്യം? ജനാധിപത്യ രാജ്യമല്ലേ ഇത്? ജനങ്ങളുടെ നീതി തെളിവ് കോടതിയിൽ ഹാജരാക്കാൻ സാധിക്കാത്തതുകൊണ്ടല്ലേ തെളിവ് കോടതിയിൽ ഹാജരാക്കാൻ സാധിക്കാത്തത് കൊണ്ട് എന്നെങ്ങനെ പറഞ്ഞു? അഡ്വക്കേറ്റ് മിനി എന്ന് പറയുന്ന അതിജീവിതയുടെ അഭിഭാഷക 10-30 വർഷം പ്രാക്ടീസ് ഉള്ള നീതിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ലോയറാണ്. അവര് നുണ പറയുക എന്ന് പറയുന്നത് അവിശ്വസനീയമാണ് നമുക്ക്. അപ്പൊ ഞാൻ നാളെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിവില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ അതിനെ വാദിച്ച് ജയിക്കാൻ പറ്റും? ഓപ്പോസിറ്റ് നിൽക്കുന്നവര് പ്രാഗൽഭ്യവും അംഗബലവും ഉള്ളവരും സ്വാധീനമുള്ളവരുമാണെങ്കിൽ നമ്മൾ എത്രത്തോളം പറയാൻ നിൽക്കും? അപ്പൊ ബുദ്ധിമാന്മാര് മൗനം പാലിക്കും ചില സമയത്ത് എന്ന് പറയുന്നത് പോലെ നമ്മളൊക്കെ ആയിപ്പോകും. എങ്കിലും നമുക്ക് ഹയർ കോടതി ഉണ്ടല്ലോ എന്നൊരു ആശ്വാസത്തിൽ നമ്മൾ പിൻവലിയും. എങ്കിലും ഒരു പൗരയുടെ വർഷങ്ങൾ, നീതി കിട്ടേണ്ട വർഷങ്ങളോളം കോടതിയിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണ്. അതായത് വൈകിയെത്തുന്ന നീതി എപ്പോഴും നീതി നിഷേധം തന്നെയാണ്. 8 വർഷം അതിജീവിത വെയിറ്റ് ചെയ്തു. ഈ 8 വർഷത്തിന് ശേഷം അവർക്ക് കിട്ടിയ വിധി എന്താണ്? ഇതിനകത്ത് മാസ്റ്റർ ബ്രെയിൻ ആരാണ്? ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. പ്രതികൾക്ക് അങ്ങനെ ഒരു മൈൻഡ് ഇൻജെക്ട് ചെയ്തു കൊടുത്തത് ആരാണ്? അത് നമ്മൾ ആദ്യം ചിന്തിക്കണം. അപ്പൊ ഇവിടുത്തെ മാസ്റ്റർ ബ്രെയിൻ ആരാണ്? അപ്പൊ ഇത് ഒരു വിവേകത്തോടെയും ഒരു കോമൺ സെൻസോടു കൂടിയും ചിന്തിക്കുമ്പോൾ ഏത് കഞ്ഞി കുടിക്കുന്ന മക്കൾക്ക് മനസ്സിലാവുന്ന ഒരു സത്യമാണ് ആരാണ് ഇതിന്റെ അകത്ത് മാസ്റ്റർ ബ്രെയിൻ. അതിന്റെ പിന്നിലുണ്ടായ ഫാക്ട് എന്തായിരുന്നു എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പൊ വിധി നീതിയുക്തമല്ല. അതിജീവിതയ്ക്ക് നീതി ആവശ്യമുള്ള അതിജീവിത തന്നെയാണ്. അവര് നുണ പറഞ്ഞിട്ടല്ല ഒരാളെ ഇല്ലീഗലായിട്ട് അവര് അലിഗേഷൻ ആയിരുന്നില്ല, ഇത് ഫാക്റ്റ് ആയിരുന്നു. ഇത് സത്യമായിരുന്നു, നഗ്ന സത്യമായിരുന്നു. മാഡം, ഇപ്പൊ ഈ ജഡ്ജ്മെന്റിൽ എന്ത് മോട്ടീവ് അപ്പൊ പറയണം? 1 മുതൽ 6 വരെ പ്രതികളെ ശിക്ഷിച്ചല്ലോ. ഈ ശിക്ഷിച്ചവരുടെ മോട്ടീവ് എന്താ പറയണത്? എന്തിനു വേണ്ടി ചെയ്തു എന്ന് പറയുന്നത്? ഇതിപ്പോ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കോർട്ട് അല്ലേ? എന്റെ കാഴ്ചപ്പാടായിരിക്കില്ല ജഡ്ജിന്റെ കാഴ്ചപ്പാട് വരുന്നത്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കോർട്ട് എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്, അതിനനുസരിച്ചാണ് ഇത് വരുന്നത്. അപ്പൊ എന്റെ കാഴ്ചപ്പാടിൽ എല്ലാവരും ശിക്ഷയ്ക്ക് അർഹരാണ്. എന്നാൽ മാത്രമേ അതിജീവിതയ്ക്ക് നീതി പൂർണ്ണമാകുള്ളൂ. മാസ്റ്റർ ബ്രെയിൻ പുറത്താണ്. ഓക്കെ, താങ്ക് യു. പേര് വിട്ടു. ഞാൻ എടുത്തൊരു സജിത.